എം ദീപായസ് മണിക്കർ ഹിയർ ഇൻസൈഡ് മൈ ഹൗസ് സഹദേവ മന്ദിരം. ഇവന്മാർ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ട് ഇവന്മാർ ഡൗൺലോഡ് ചെയ്യിപ്പിക്കത്തില്ല. എന്നുവെച്ചാൽ ഇങ്ങനെ കഥകളുണ്ടാക്കാനായിട്ടാണ്. ഞാൻ വേറെ എവിടെയാണ് കണ്ടവൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് കാണാം. എൻ്റെ വീടാണിത്. എപ്പോഴും ഇവിടെ തന്നെയാണ്. ഈ ക്യാമറയുടെ കീഴിലാണ് ഈ കിടക്കുന്നത്. ഇവിടെ നിന്നുള്ള ഫൂട്ടേജസാണ് നമ്മളിടുന്നത്. അപ്പോൾ ഇങ്ങനെ കഥകളാണ്, മനസ്സിലായില്ലേ? ഭയങ്കര കഥയാണ്. എവിടെയോ പോയി പിന്നെ കുറേ എണ്ണം ഇങ്ങനെ വരും. SNDPയിൽ വന്നേച്ച് ഇങ്ങനെ ഇരിപ്പാ ജോലി, ഇങ്ങനെ കഥകളുണ്ടാക്കാനായിട്ട്. ഇവളി ഒരു മാളേക്കൽ ഒരുത്തിയുണ്ട്. അവളും ഇവിടെ ആങ്ങളെയും കൂടെ കഥകളുണ്ടാക്കുന്നത്. കുറേ ഒരു സെറ്റ് ഇങ്ങനെ കുറേ എണ്ണത്തിന് ഇവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ അവളും ഒരു കൊച്ചും കൂടെ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ നിശ്ചയം കൊണ്ട് നീങ്ങി തിരിച്ചു പോവുക, നിർത്തി വെക്കുക. ഇതിപ്പോൾ 3-4 ദിവസം കൊണ്ട് അവളെ തന്നെ കാണുന്നുണ്ട്. ഒരു കൊച്ചിനെയും കൊണ്ട് വരിക, എന്നിട്ട് ഇങ്ങനെ അവിടെ നിർത്തി വെക്കുക. ഒരു സ്കൂട്ടിയല്ല വരുന്നത്. എവളാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. എനിക്കിവിടെ സ്കൂട്ടിയും ഒന്നുമില്ല. നമ്മൾ നടന്നാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മാളേക്കൽ അവളിങ്ങനെ ഇന്നലെ വന്നിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കുക. ഇത് ഞാനാണ് എവിടെയോ പോകുന്നതെന്നൊക്കെയുള്ള കഥകൾ വരുത്തുക. അങ്ങനെ പല പല രീതികളുണ്ട്. ഇവളുടെ കൊച്ചിനെ ഒന്നും നമ്മൾ പിടിക്കാനും ഇതാക്കാനും, ഇവളുടെ കൊച്ചിനെ ഒന്നും നമുക്ക് അങ്ങനെ കണ്ടവരുടെ കൊച്ചിനെ ഒന്നും പിടിച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. എൻ്റെ വീട്ടിൽ കണ്ടവരുടെ കൊച്ചിനെ ഒന്നും ഇവിടെ കയറ്റി വെക്കാറുമില്ല. മനസ്സിലായില്ലയോ? നമ്മുടെ കൊച്ചുങ്ങളെ എല്ലാം പിടിച്ചുകൊണ്ട് നടക്കുക, എന്നിട്ട് നമ്മളാന്ന് പറയുക. അങ്ങനെ പല പല വേലകളാണ്. ഇതൊന്നും നമ്മൾ നടക്കുന്നില്ല. വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. ഒരു പത്മജൻ എന്ന് പറയുന്നവനുണ്ട്. അങ്ങനെ SNDPയിൽ ഇങ്ങനെ വന്ന് പൂജ ചെയ്യാനാണ് വരുന്നത്. അവനുമായിട്ട് ഇവിടെ ഒന്നും ഒരു ആൾക്കും ബന്ധമില്ല. അത് നമ്മളെക്കുറിച്ച് അങ്ങ് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് കഥയുണ്ടാക്കി അങ്ങ് നടക്കുക. അതുപോലെ CPMകാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഗൂണ്ടായിസം കൊണ്ട് നടക്കും. അതിലെ മെയിൻ ഗൂണ്ടയാണ് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ. ഇവന് ഇവിടുത്തെ മെമ്പറുണ്ട്, ഒരു രമേശ് മെമ്പർ. അവന് ബാറും ഒക്കെ ഉണ്ട്, മേഫെയർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവന് ഗൂണ്ടായിസം. അവൻ കാശ് കൊടുത്താൽ ജയിച്ചതെന്ന് എല്ലാവരും പറയുന്നത്. ഇവിടെ ഉള്ളവർ തന്നെ പറഞ്ഞത് കാശ് കൊടുത്തവൻ ജയിച്ചുക. രാത്രി കൊണ്ട് കാശ് കൊടുക്കുമായിരുന്നല്ലേ, അവൻ ജയിക്കത്തില്ലായിരുന്നായിരിക്കും. കാരണം ഇപ്പോൾ M. ലിജുവാണ് ജയിച്ചേക്കുന്നത് ഇവിടെയൊക്കെ. ഇവനെങ്ങനെ ജയിക്കാനാ? എന്നിട്ട് ഇവനിങ്ങനെ ഈ സുബ്രഹ്മണ്യന് വലിയ സുബ്രഹ്മണ്യനെ കൊണ്ട് ചീത്ത വിളിപ്പിക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ചിലവരുടെ കാര്യങ്ങൾ. ഇന്നലെ സുബ്രഹ്മണ്യൻ ആരാണ്ട് ബാറിനകത്ത് വെച്ചും ചീത്ത വിളിച്ച് പിടച്ചെന്നാണ്. അവന് നല്ല പിട കിട്ടിയെന്നാണ് പറയുന്നത്. മാസ്ക് വെച്ചുകൊണ്ട് പോകുന്നവൻ ഇനി തിരിച്ചു വന്നപ്പോൾ അവൻ്റെ മുഖത്ത് മാസ്ക് ഇല്ലായിരുന്നു. അപ്പം കിട്ടിയ ഇടയിൽ പോയതാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ നടക്കുക. അവനെ എല്ലാവരും തന്തയ്ക്ക് വിളിക്കുക. സുബ്രഹ്മണ്യൻ ഗൂണ്ട എല്ലാവരെയും അങ്ങ് ഈ കമ്മ്യൂണിസ്റ്റ് ഗൂണ്ട എല്ലാവരെയും ചീത്ത വിളിക്കുക, കഥകളുണ്ടാക്കുക. പിന്നെ എല്ലാവരെക്കുറിച്ചും കഥകളുണ്ടാക്കണം ഇവളുമാർക്ക്, കുറേ അവളുമാർക്കും അവന്മാർക്കും. പിന്നെ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോവുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൈനയിൽ ഇങ്ങനെ കുറേ പേരെ കാണാതാവുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ കുറേ ഉണ്ട്. ഇവിടെ കോൺഗ്രസ്സിലെ ഒരു ഗൂണ്ടയാണ് ഈ സോമരാജൻ എന്ന് പറയുന്നത്. അവനാ വേറൊരു ഗൂണ്ട.